ഹായ്. അപ്പം നമ്മൾ ചുരിദാറിൻ്റെ സ്ലീവാണ് ഇപ്പോൾ കട്ട് ചെയ്യാൻ പോണത്. ഓൾറെഡി ഞാൻ ചുരിദാർ ടോപ്പ് കട്ട് ചെയ്തു. അപ്പോൾ സ്ലീവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ റിഗാൾ ഭാഗത്തിന് ഈ സ്കെച്ചാണ് എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ ഒരു സ്കെച്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത ചുരിദാറിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗമല്ലേ, ഈ കട്ടിങ് വരുന്ന ഭാഗം, ഇത് ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്യും. ഈ കസ്റ്റമറെ ലെങ്ത്ത് വരുന്നത്, സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 15 അപ്പോൾ ഇത് ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് കേൾക്കുമ്പോൾ കുറച്ച് കൂട്ടിയിടും. താഴെ വെള്ളം വരുന്നത് 9.5 തയ്ക്കുമ്പോൾ സ്ലീവ് കുഴിച്ച് കിട്ടും 2 ഭാഗം. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ കൈ കട്ട് ചെയ്തു. ഇതാ, ഇതിപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ റിഗാൾ ഭാഗമാണ്. അത് നമ്മളിപ്പോൾ വെക്കുമ്പോൾ കണ്ടോ സെറ്റായി. ഈ കട്ടിങ്ങും ഒപ്പം വരുന്ന രീതിയിൽ സംഭവം സെറ്റായി വന്നു. അപ്പോൾ ഈ സ്കെച്ച് കൊണ്ട് ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ, പെട്ടെന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ ചിലപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്കെച്ച് ഉള്ളത്. ഓൾറെഡി ഞാൻ എല്ലാ ചുരിദാറിനും ഇത് വെച്ചാണ് കട്ട് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, മറ്റേ 38 സൈസിന് മുകളിലേക്ക് ഉള്ളവർക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ഇറക്കി അങ്ങനെയൊക്കെ വെച്ചിട്ട് ഈ സ്കെച്ച് കൊണ്ട് കട്ട് ചെയ്യാൻ കഴിയും. പിന്നെ ഞാൻ ഓൾറെഡി നമ്മൾ കഴുത്തിന് ഞാൻ ഈ സ്കെച്ചാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആ റൗണ്ട് നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സ്കെച്ചാണ് ഉപയോഗിക്കുക. നമ്മളിപ്പോൾ എത്ര റൗണ്ട് ഷേപ്പ് എടുക്കാൻ നോക്കിയാലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം വരും. പക്ഷെ ഇങ്ങനെ ഒരു സ്കെച്ച് ഉണ്ടെങ്കിൽ വെച്ച് മാർക്ക് ചെയ്താൽ മതി. കഴുത്ത് വെട്ടുന്ന അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ.